പ്രവർത്തകനെ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ ക്രൂരമർദ്ദനം. ഷിനോജിനാണ് മർദ്ദനമേറ്റത്. അവശനിലയിലായ ഷിനോജ് RSS പ്രവർത്തകന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ CPM പ്രവർത്തകരായ സുബീഷ്, അഖിൽ എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റു രണ്ടുപേർക്കുമെതിരെ കേസെടുത്തു. മിഥുൻ പിള്ളയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പിണറായിയിൽ CPMകാർ തമ്മിലടിക്കുകയും അതിലൊരു CPMകാരന് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ പരിക്കേറ്റ CPMകാരൻ ഒരിറ്റ് വെള്ളത്തിനായി ഓടി കയറിയത് ഈ പിണറായി തന്നെയുള്ള സുരേശൻ എന്ന RSS പ്രവർത്തകന്റെ വീട്ടിലേക്കാണ്. നമ്മൾ ഇപ്പോൾ അവിടെയാണുള്ളത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കും, ഇന്നലെ എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? എന്താ സംഭവിച്ചത്? ഏകദേശം ഒരു 8:30 ആകും. അപ്പോൾ ഒരുത്തൻ അടിയൂട്ടിയിട്ടെന്ന് പറയാൻ ഓടി വന്നിട്ട് പറഞ്ഞ കുറച്ച് വെള്ളം വേണമെന്ന്. വെള്ളം കൊടുക്കുന്ന അവസരമാണ്. വെള്ളം കൊടുത്ത് കഴിയുമ്പോഴേക്കന്ന് മുഖംമൂടിധാരികളെ കുറച്ച് പേരെ വന്നിട്ട് അടിച്ച്. വീട്ടിൽ നിന്നാണ് അടി. കമ്പി പേര ഇതെല്ലാം ഉപയോഗിച്ചു. വരുന്ന സമയത്ത് ഈ ചങ്ങായി ചെറിയ അവശതയുണ്ട്, നടക്കാനൊന്നും കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന് വെള്ളം കൊടുത്തു. അതിനുശേഷം CPM എനിക്കെല്ലാം അറിയാം ശരിക്കും. CPM പിന്നെ ഈ ആൾക്കാർ ഒച്ചപ്പാട് ബഹളം കേട്ടിട്ട് അതെ, ഒച്ചപ്പാട് കേട്ടിട്ട് അവര് പിന്നെന്താ ചെയ്തത്? പിന്നെ നമ്മൾ പോലീസിൽ അറിയിച്ച് പോലീസ് വന്നിട്ട് ഇതെല്ലാം എടുത്തിട്ട് പോയത്. ഇവിടെ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മളുമായിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് ശരിക്കും വന്നാൽ കുടിവെള്ളം ചോദിച്ചിട്ടാണ് ഈ അടികെട്ടിയ ക്ഷീണിതനായിട്ട് വന്ന കുടിവെള്ളം ചോദിച്ചു. ഇവിടെ ചെതിക്ക് കടത്തി വയ്യ നമ്മള്. പിന്നെ ആളുകളൊക്കെ ഓടി വന്നിരുന്നു. വന്നിട്ട് പിന്നെ പോലീസ് വന്ന് 108 ആംബുലൻസിലെ കൊണ്ടുപോയി. നല്ല പരിക്കുണ്ടായിരുന്നു. തലക്കും ഉണ്ടായിരുന്നു, കാലിന്. അങ്ങനെ അടിക്കാൻ വന്ന ആൾക്കാർ CPM-കാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓടിക്കേറിട്ട് നമ്മളെ വീട്ടിലേക്ക് കയറിയിട്ടാണ് അവര് ചെയ്ത. അതാണ് നമ്മളെ വീട്ടിൽ കയറിയിട്ട് അവര് ചെയ്യുന്നു. ഒരാൾ കുടിവെള്ളത്തിന് വേണ്ടി വന്ന് കുടിവെള്ളം കൊടുക്കുമ്പോ അവര് വന്ന് ചെയ്യുന്നു. അത്രയാണ്. കമ്പിപ്പാര എന്തെല്ലാം ബാള് ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചങ്ങാതി ആശുപത്രിയിലുള്ള ആവശ്യം. അതായത് അടികിട്ടിയ CPMകാരൻ ഓടി ഒരിറ്റ് വെള്ളത്തിനായി ഓടിക്കയറിയത് ഒരു RSS പ്രവർത്തകന്റെ വീട്ടിലേക്കാണ്. ഇവിടെ കയറിയും കൂടെ വന്ന അദ്ദേഹത്തിനെ ആക്രമിച്ച CPMകാർ ഈ വീട്ടിൽ വെച്ചും ഈ ഷിനോജ് എന്ന് പറയുന്ന CPM പ്രവർത്തകനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി. തുടർന്നാണ് ഈ വീട്ടുകാർ പോലീസിനെ വിളിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇവിടെ എത്തുകയും ഇയാളെ ആശുപത്രിയിൽ എത്തുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ 4 CPMകാർക്കെതിരെയാണ് ഈ പിണറായി പോലീസ് കേസെടുത്തിട്ടുള്ളത്. സാരമായി പരിക്കേറ്റ ഈ ഷിനോജ് എന്ന് പറയുന്ന CPMകാരൻ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.